ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കൂട്ടുകറി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കാറ്. ഞാനിവിടെ എറണാകുളം സ്റ്റൈലിലുള്ള എല്ലായിടത്തും പൊതുവെ കാണാറുള്ള ഒരു ടൈപ്പ് കൂട്ടുകറിയാണ് കേട്ടോ കാണിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങയൊക്കെ ചേർത്ത് കാണാറുണ്ട്. അതുപോലെ കടലയ്ക്ക് പകരം കടലപ്പരിപ്പും ചേർത്ത് കാണാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് പച്ചക്കായയും ചേനയും കടലയും മാത്രം വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് കേട്ടോ. പൊതുവെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കൂട്ടുകറിയാണിത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സദ്യ സ്റ്റൈൽ ഒട്ടും കുഴഞ്ഞു പോവാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള കൂട്ടുകറി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് 4 വലിയ പച്ചക്കായും ഏകദേശം 3/4 കിലോയോളം ചേനയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറികളുടെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തി മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യേണ്ട, അത്യാവശ്യം ഈ ഒരു വലിപ്പമുള്ള ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത കഷ്ണങ്ങൾ കൂട്ടുകറി തയ്യാറാക്കാനുള്ള ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കടലയൊന്ന് വേവിച്ചെടുക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചിട്ട് കടല നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും കടല നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. കൂട്ടുകറിയിൽ ചേർക്കാനുള്ള കടല ഒരുപാടങ്ങ് വെന്ത് പോകരുത് കേട്ടോ. കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. 4-5 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയിലേക്ക് കുറച്ച് ചെറുജീരകവും വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. കൂട്ടുകറിയിൽ കൂടുതലായിട്ട് വറുത്ത തേങ്ങയാണ് ചേർക്കുന്നത്. മറ്റു കറികളിൽ ചേർത്ത് കൊടുക്കുന്ന പോലെ ഒരുപാട് പച്ചത്തേങ്ങയൊന്നും അരച്ച് കൂട്ടുകറിയിൽ ചേർക്കരുത്. കൂട്ടുകറിയുടെ രുചിയും ടെക്സ്ചറും ഒക്കെ മാറിപ്പോകും കേട്ടോ. കറിയിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. ഉരുക്കിയ ശർക്കര ആയാലും മതി. ഏകദേശം 4 ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഈ കൂട്ടുകറിയിലേക്ക് വറുത്തിടാനുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം ചിരവിയ തേങ്ങ ചേർത്ത് നല്ല ചുവക്കി ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ വറുത്തിടാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മേലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ ഡ്രൈ ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.